ക്രിസ്തുവിൽ ബഹുമാന്യനായ, ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഈ മീറ്റിംഗ് സിക്കാവോ, ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ അനീഷ് അവറുകൾ, കഴിഞ്ഞ ചില ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട്. അന്ന് മുതൽ ഇന്നുവരെയും എല്ലാ ദിവസവും അവസരം കൊണ്ടിരിക്കുന്നു. അത് കുറച്ച് സ്തോത്രം ചെയ്തിരിക്കുന്ന അവസരം നിങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ വളരെ സന്തോഷമായി കാണുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചാരിതാർത്ഥം കൊള്ളുന്നു. ദൈവം പ്രിയ കർത്തൃദാസന്റെ ശുശ്രൂഷയും പ്രവർത്തനങ്ങളും ഒക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായി. അതുപോലെ തന്നെ പാസ്റ്റർ അനീഷിനെ എന്നെ പരിചയപ്പെടുത്തിയ ഏറെ വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് പരിചയപ്പെട്ട് ഞങ്ങളെ എല്ലാ തലങ്ങളിലും കൈത്താങ്ങിയ പ്രിയ തോമസ് സാറ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. വളരെയധികം ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ ഒത്തിരി കൈത്താങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ വാത്സല്യ സാറാണ് പ്രിയ തോമസ് സാറ്. തോമസ് സാറാണ് എന്റെ പ്രിയ അനീഷ് പാസ്റ്റർ കൊടുത്ത് അപ്പം തന്നെ എന്നെ വിളിക്കുകയും പരിചയപ്പെടുവാൻ ഇങ്ങനത്തെ അവസരങ്ങൾ നൽകിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ചിക്കാഗോ രാജ്യത്തിലുള്ള ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, കർത്തൃദാസന്മാർക്കും, വിശ്വാസ ദൈവ മക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞങ്ങൾ ഏറെ വർഷങ്ങളായി കുടുംബമായി തിരുവനന്തപുരത്തിന്റെ ടൗണിൽ തന്നെ താമസിക്കുകയും കർത്താവിന്റെ മഹത്വമുള്ള വേല ഞങ്ങൾ ചെയ്യുന്ന കുടുംബമായി. ഇവിടെ ഒന്ന് രണ്ട് ഗാനങ്ങൾ ആലപിച്ച എന്റെ രണ്ടാമത്തെ മകനാണ് ജിബിൻ കോട്ടൂർ എന്ന് പറയും. അദ്ദേഹവും കർത്താവിന്റെ ശുശ്രൂഷയിലാണ്, സഭാ ശുശ്രൂഷ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. മറ്റു പല പൊതു മീറ്റിംഗിലും അദ്ദേഹം ദൈവം അയക്കുന്നിടത്തൊക്കെ സഞ്ചരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് പഞ്ചാബി എന്നാണ്, ഒരു സിഖ് കുടുംബത്തിൽ പെങ്കൊച്ചിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. സന്തോഷകരമായി കർത്താവിന്റെ വേലയിൽ അവരായിരിക്കുന്നു. പഞ്ചാബിലെ ഒന്ന് രണ്ട് ചർച്ചുകൾ ഞങ്ങൾക്ക് വിവാഹത്തിന്റെ ബന്ധത്തിൽ അവിടെ ഫാമിലിപ്പെട്ട ചില ചർച്ചുകളൊക്കെ ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തിന്റെ വിവിധ മേഖലകളിൽ ട്രൈബൽ ഏരിയയിലൊക്കെ ഞങ്ങൾ പ്രവർത്തനങ്ങൾ ചില വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ തന്നെ തിരുവനന്തപുരം ടൗണിലും ചില ചർച്ചുകൾ ഞങ്ങളുടെ കൊച്ചു അധ്വാനത്തിൽ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവിടെയൊക്കെ കർത്താവിന്റെ ദാസന്മാർ കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഓർക്കുന്നതിലും ഞങ്ങളെ എല്ലാ രീതിയിലും കൈത്താങ്ങുന്നതിലും വളരെ സന്തോഷമുണ്ട്. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ മറ്റൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏകദേശം 30 മിനിറ്റിനകത്ത് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തണമെന്ന് എനിക്കറിയാം. സമയത്തിന്റെ പരിമിതി കൊണ്ട് മറ്റൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ നടക്കുന്ന ഈ പ്രാർത്ഥന ഗ്രൂപ്പിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ വലിയ മഹത്വം ഈ ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ ആശംസിക്കുന്നു. എന്നെ സന്തോഷിപ്പിച്ച ദൈവവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി യഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. യഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 30-ാമത്തെ വാക്യം. അവിടെ ആർക്കെങ്കിലും വായിക്കാൻ ഉണ്ടെങ്കിൽ വായിച്ച അനുഗ്രഹമായിരിക്കും. ദേശത്തെ നശിപ്പിക്കാൻ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാനും. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒരു നിമിഷം ഈ പ്രഭാത സമയത്ത്, ഇവിടെ ഇപ്പോൾ പ്രഭാതമാണ്, ഏകദേശം 7:30 മണി ഇവിടെ ആയിട്ടുണ്ട്. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. എല്ലാ കണ്ണുകളും ഈ പകൽ ദൈവസന്നിധി അടയട്ടെ. ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനെ ഞങ്ങൾ ഇന്ന് പകലിൽ ഉയർത്തുന്നു. ഈ പ്രഭാതത്തിൽ സൗന്ദര്യത്തിൻ പൂർണ്ണതയായിരിക്കുന്ന സിയോന്റെ മുഖത്തേക്ക് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ നോക്കുന്നു. അമേരിക്കയുടെ പട്ടണത്തിൽ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹിതരായ കർത്തൃദാസന്മാരെ, ദൈവ കുഞ്ഞുങ്ങളെ ഓർത്തു സ്തോത്രം. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പാസ്റ്റർ അനീഷിനെയും കുടുംബത്തെയും തന്നോടൊപ്പം ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അല്പ മിനിറ്റുകളും ഞങ്ങൾക്ക്
ദൈവ ശബ്ദം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഞങ്ങളെ കേൾപ്പിക്കാനായി പ്രാർത്ഥിക്കുന്നു. മഹത്വം തിരുമേനിയെടുക്കും യേശുവിന്റെ നാമത്തിൽ കേൾക്കണമേ പിതാവേ. ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മൾ വായിച്ച തിരുവചന ഭാഗം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാണ് ഇന്ന് പകൽ ഇവിടെ വായിച്ചത്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്: ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനെ മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ഈ പകലിൽ ഇവിടെ വായിച്ച തിരുവചന ഭാഗത്തിൽ നിന്നും മഹാദൈവം ഒരാളെ അന്വേഷിക്കുകയാണ്. ദൈവം ഒരാളെ തിരയുന്നു, അന്വേഷിക്കുന്നു. എന്തിനാ ദൈവം അന്വേഷിക്കുന്നത്? ദൈവം എന്തിനാ ഒരാളെ തിരയുന്നത്? ലോകത്തിൽ കോടിക്കണക്കിന് ദൈവത്തെ അറിയുന്ന മനുഷ്യർ ഭൂമിയിൽ ഉണ്ടായിരിക്കുമ്പോൾ, കോടിക്കണക്കിന്, ഞാൻ അതിന്റെ കണക്കൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കോടിക്കണക്കിന് ദൈവത്തെ അറിയുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാർ ഭൂമിയിൽ ഉണ്ടായിരിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ദൈവം ഒരുവനെ തിരയുകയാണ്. ഒരുവനെ ദൈവം തിരയുന്നു. എന്തിനെന്നറിയാമോ? ദൈവത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടതിന്. ദൈവത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടതിന് ദൈവം ഒരു മനുഷ്യനെ തിരയുന്നു. എന്തിനാ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടതിന്? ഒന്ന്, ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം. അതിന്റെ നടുവിൽ ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാൻ ഒരു പുരുഷനെ അന്വേഷിക്കുന്നു, ആരെയും കണ്ടില്ല. നോക്കൂ, ദൈവം അന്വേഷിച്ചത്, ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാൻ ഒരു പുരുഷനെ ദൈവം അന്വേഷിക്കുകയാണ്. എന്തിനാ? ഇടിവിൽ നിൽക്കേണ്ടതിന്. ഇടിവിൽ നിൽക്കേണ്ടതിന് ദൈവം ഒരു പുരുഷൻ അന്വേഷിക്കുന്നു. ഇവിടെ നാം നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൽ വിശ്വസിക്കുവാനും ധാരാളം ആൾക്കാരുണ്ട്, പ്രാർത്ഥിക്കുവാൻ ആൾക്കാരുണ്ട്, പാടാൻ ആൾക്കാരുണ്ട്, പ്രസംഗിപ്പാൻ ആൾക്കാരുണ്ട്, വചനം പഠിപ്പിക്കുവാൻ ധാരാളം ആൾക്കാരുണ്ട്, വർഷിപ്പ് നടത്താൻ ആൾക്കാരുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും, ആത്മീക കാര്യങ്ങൾക്കും കോടിക്കണക്കിന് ജനമുണ്ട്. പക്ഷേ പ്രസംഗിക്കുവാൻ വേണ്ടി ഒരാളെ അന്വേഷിക്കുന്നല്ല, പാടാനായി ഒരാളെ അന്വേഷിക്കുന്നല്ല, അന്യഭാഷ പറയാൻ വേണ്ടി ഒരാളെ ദൈവം അന്വേഷിക്കുന്നു എന്നല്ല, പ്രാർത്ഥിക്കുവാനായി ഒരാളെ അന്വേഷിക്കുന്നു എന്നല്ല. ദൈവം അന്വേഷിക്കുന്നത് ദൈവത്തിന്റെ മുൻപിൽ ഇടിവിൽ നിൽക്കുവാൻ ദൈവം ഒരാളെ അന്വേഷിക്കുന്നു. ഇടിവിൽ നിൽക്കുവാൻ ദൈവം ഒരാളെ അന്വേഷിക്കുന്നു. ആരെയും കണ്ടില്ല. ഇന്ന് പകലിൽ ചിക്കാഗോ പട്ടണത്തിൽ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹീതരായ അഭിഷക്തന്മാരുടെ നടുവിൽ ചില മിനിറ്റുകൾ ഈ ദൈവവചനം വായിപ്പാൻ ദൈവം എനിക്ക് നൽകിയ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ദിവസങ്ങൾ ദൈവം നമ്മെ കുറിച്ച് അന്വേഷിക്കുന്നത്, ദൈവത്തിന് നമ്മോടുള്ള മഹത്തായ പദ്ധതി എന്ന് പറയുന്നത് പ്രസംഗിക്കുന്ന ഒരാളെയല്ല ദൈവം അന്വേഷിക്കുന്നത്. പ്രസംഗം വേണ്ട എന്നല്ല, വചനം പഠിപ്പിക്കുന്നയാളും വേണ്ട എന്നല്ല, പക്ഷെ അതിനേക്കാളും ഉപരിയായിട്ട് ദൈവം ഈ ദിവസം തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവം മുൻപിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങൾ ദൈവം അന്വേഷിക്കുമ്പോൾ ദൈവം മുൻപിൽ ഇടിവിൽ നിൽക്കുവാനായി. എന്തിനാ? ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം. ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം. നമുക്കറിയാം, ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളും ഇന്ന് പേടിച്ച് ഭയപ്പെട്ട്, ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വൈറസ് പെരുകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ചില മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിനകത്ത് അങ്ങനെ പ്രശ്നമില്ലായിരുന്നു.
ലോകത്തിന്റെ മറ്റ് രാജ്യങ്ങൾ, അമേരിക്കയിലും ഓസ്ട്രേലിയയിലും അങ്ങനെ പറയുന്ന മാത്രമല്ല, ഇറ്റലിയിലും മറ്റ് രാജ്യങ്ങൾ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ. ചൈനയിലാണ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഈ വൈറസ് കൊണ്ട് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. ലോകം മുഴുവനും ഭയാനകരമായ രീതിയിൽ പേടിച്ചു ഞെട്ടിവിറച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നാം എത്തിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമായിരിക്കുന്നു. എന്താ കാരണം? ഈ പ്രശ്നങ്ങൾ വരും മുമ്പേ, ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ വരും മുമ്പേ പ്രാർത്ഥിക്കുവാനും പാടുവാനും ആരാധിക്കുവാനും ഒക്കെ ദൈവം നമുക്ക് അവസരം തന്നിട്ടുണ്ട്. പക്ഷെ പാട്ടും പ്രാർത്ഥനയും പ്രസംഗവും കൺവെൻഷനും ക്രൂസേഡുകളും ധാരാളം നടക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ യോഗത്തിൽ കൂടുന്നുണ്ട്. പക്ഷേ അവിടെയും ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിലും ദൈവം അതിന്റെ ഇടയിൽ അന്വേഷിക്കുന്നത് പ്രസംഗിക്കുന്ന ഒരാളെയല്ല, ക്രൂസേഡ് നടത്തുന്ന ഒരാളെയല്ല, പിന്നെയോ ദൈവത്തിന് മുൻപാകെ ഇടിവിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവം തിരയുന്ന ദൈവത്തിന്റെ കൺമുൻപിൽ, ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരാളില്ല. ഈ ദിവസങ്ങളിൽ ഈ പ്രതിസന്ധിയുടെ നടുവിലും ഈ വല്ലാത്ത വൈറസ് ഭൂമിയെ മുഴുവനും ഇളക്കി, മനുഷ്യനെ മുഴുവനും ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുമ്പോഴെങ്കിലും ഈ സമയത്ത് രാജ്യങ്ങൾക്കു വേണ്ടി, ദേശങ്ങൾക്കു വേണ്ടി ഇടിവിൽ നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഒരു വ്യക്തിയെ ദൈവം അന്വേഷിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിൽ ഒരാള് നമ്മളായിരിക്കുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മയൊക്കെ ചില നാളുകളായി, ചില മാസങ്ങളായി വീട്ടിനകത്തിരുത്തി ദൈവത്തിന് മുമ്പിൽ ഒന്ന് ഇടിവിൽ നിൽക്കുവാൻ ദൈവം നമ്മെ ഒന്ന് പണിതുകൊണ്ടിരിക്കുക. ദൈവം നമ്മെ പണിതുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ മുൻപിൽ നിൽക്കണമെങ്കിൽ അതിന്റെ യോഗ്യത നമുക്ക് വേണം. ദൈവം പറയുന്നു, എന്റെ മുൻപിൽ നിൽക്കേണ്ടതിന്, പ്രാർത്ഥിക്കേണ്ടതിനല്ല, പ്രസംഗിക്കേണ്ടതിനല്ല, വർഷിപ്പ് നടത്തേണ്ടതിനല്ല, അന്യഭാഷ പറയേണ്ടതിനല്ല, പിന്നെയോ എന്റെ മുൻപിൽ നിൽക്കണം. ദൈവം മുൻപിൽ നിൽക്കുവാൻ യോഗ്യനായ ഒരാളെ ദൈവം തിരയുകയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാ? ദേശത്തെ ദൈവം നശിപ്പിക്കാതെ വണ്ണം ഒരു വ്യക്തി ദൈവത്തിന്റെ മുമ്പിൽ നിന്നാൽ മതി. ഒരു വ്യക്തി ദൈവത്തിന്റെ മുൻപിൽ നിന്നാൽ ഉണ്ടല്ലോ, ഒരു ദേശത്തെ ദൈവം നശിപ്പിക്കുവാനോ ദൈവത്തിന്റെ കോപമോ ദൈവിക ന്യായവിധിയോ ആ ദേശത്തു ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിന്റെ നടുവിൽ ഒരു വ്യക്തി ഇടിവിൽ നിന്നാൽ മതി. ദൈവം വരുത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന അനർത്ഥം ദൈവം വരുത്തത്തില്ല എന്ന് എത്ര മക്കൾ ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ആത്മാവിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നു. ദൈവം വരുത്താൻ പോകുന്ന അനർത്ഥത്തെ കുറിച്ച് അനുദവിക്കുന്ന ദൈവമാണ്. സത്യത്തിൽ എന്നെ കേൾക്കുന്ന അനുഗ്രഹീതരായ അഭിഷക്തന്മാരോട് ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാനും അടുക്കുവാനും കരയുവാനും ലഭിച്ചിരിക്കുന്ന ഒരു അവസരമാണ് ഈ ലോക്ക്ഡൌൺ സമയങ്ങളിൽ. നമ്മെ അറയ്ക്കകത്തിരുത്തി, വീട്ടിനകത്തിരുത്തി ഒക്കെ ദൈവം നമ്മെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ദൈവജനൊക്കെ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഭാഗം ഇങ്ങനെയാണ്. ദൈവം തന്റെ ദാസനായിരിക്കുന്ന മോശയെ പണിയാൻ എടുത്ത വർഷം 40 വർഷമാണ്. ഒരു മനുഷ്യനെ ദൈവം പണിയാൻ എടുത്ത വർഷം. ദൈവത്തിന് ഒരു മനുഷ്യനെ പണിയാൻ 40 വർഷം വേണോ? ഒരു സെക്കൻഡ് പോലും ദൈവത്തിന് വേണ്ട. ഒരു മനുഷ്യനെ പണിതെടുക്കാൻ, ഒരു മനുഷ്യനെ ഒന്ന് പണിതി പൂർത്തിയായെടുക്കുവാൻ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടതിന് ഒരു മനുഷ്യനെ പണിയാൻ ദൈവത്തിന് 40 വർഷം വേണ്ട. ഒരു സെക്കൻഡ് പോലും ദൈവത്തിന് വേണ്ട ഒരു മനുഷ്യനെ പണിതെടുക്കാൻ. അങ്ങനെ ഇരിക്കുന്ന ദൈവം സെക്കൻഡ് പോലും ഒരു മനുഷ്യനെ പണിയാൻ വേണ്ടാതിരിക്കുമ്പോൾ ആ ദൈവം ഒരു മനുഷ്യനെ പണിയാൻ 40 വർഷമെടുത്തു. 40 വർഷം. അത് എവിടെ ഇട്ടാ പണിതത്? മരുഭൂമിയിലിട്ട ദൈവം മോശയെ പണിതത് മരുഭൂമിയിൽ ദൈവം ഒറ്റയ്ക്ക് നിർത്തി ഒരു മനുഷ്യനെ ദൈവം പണിയ. എന്തിനാ? ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ.
ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. വിവിധ രാജ്യങ്ങൾ ദൈവം നമ്മെ നിർത്തി, നമ്മെ ദൈവം പണിതുകൊണ്ടിരിക്കുന്നത് എന്തിനെന്നറിയാമോ? ഈ അന്തിമ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ വേണ്ടി ദൈവം ഒരുവനെ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാൾ ഞാനായിരിക്കുന്ന കർത്താവേ, എന്നെ ഒന്ന് പണിയണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ, എന്ന് സമർപ്പിക്കുവാൻ എത്ര ദൈവമക്കൾ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നുണ്ട്. 40 വർഷം ദൈവം മോശയെ പണിതു. ദൈവത്തിന്റെ അത് മരുഭൂമിയിൽ ദൈവം 40 വർഷം ആ മനുഷ്യനെ പണിയുക. 40 വർഷം ദൈവത്തിന് വേണ്ട പണിയാൻ, എങ്കിലും ദൈവം 40 വർഷം എടുത്ത് പണിതു. നമ്മ ഇപ്പോ എനിക്ക് തോന്നുന്നത് 5-8 മാസങ്ങളായി ഞങ്ങൾ വീട്ടിനകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളുടെ ചർച്ച് തുറന്നിട്ടില്ല, പുറത്ത് പ്രോഗ്രാമിൽ പോകാൻ കഴിയുന്നില്ല, പ്രോഗ്രാമുകളില്ല. വീട്ടിനകത്തിരുന്ന പോലെ ഇതുപോലത്തെ മീറ്റിങ്ങുകളൊക്കെ ഒന്ന് പ്രസംഗിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വത്രം 5-8 മാസങ്ങൾ കൊണ്ട് വീട്ടിനകത്തിരിക്കുന്നു. അപ്പോ ദൈവം നമ്മെ ദിവസങ്ങളിൽ പണിയാൻ വേണ്ടിയാണ്. നമ്മെ ദൈവം പണിയുന്നത് മരുഭൂമിയിലിട്ടല്ല. മോശയെ മരുഭൂമിയിൽ നിർത്തിയ ദൈവം 40 വർഷം പണിതത്. നമ്മയൊക്കെ നല്ല AC-യുടെ കീഴിയിരുത്തി, നല്ല ടെലപ്പിന്റെ മെത്തയുടെ പുറത്തിരുത്തി, നല്ല അടച്ചു മൂടിയ റൂമിനകത്തിരുത്തി, നല്ല ഭക്ഷണങ്ങൾ തന്ന്, നല്ല ആഹാരങ്ങൾ തന്ന്, നല്ല വസ്ത്രങ്ങൾ തന്നു, നമ്മെ AC-ക്കകത്തിരുത്തി ദൈവം നമ്മളെ പണിയുന്നു. അങ്ങനെ പണിതിട്ട് പോലും ദൈവത്തിന്റെ മുമ്പിൽ നിൽപ്പാൻ യോഗ്യനായി പുറത്തിറങ്ങി വരാൻ കഴിയാത്ത ആൾക്കാർ ഇനിയുണ്ട്. എന്നാൽ മോശയെ ദൈവം പണിതത് മരുഭൂമിയിൽ 40 വർഷം പണിയുക. ദൈവത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടു. ദൈവത്തിന്റെ പണി 40 വർഷം കഴിഞ്ഞപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടു. അപ്പോൾ ദൈവം പറഞ്ഞു, കാര്യം ചെയ്യ്, എന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടു, നീ പോ, മിസ്രൈമിലേക്ക് പോ, എന്റെ ജനത്തെ വിടിപ്പിച്ചു കൊണ്ടുപോവാ. അവൻ പറഞ്ഞ പദമാണ് നമുക്കറിയാം, എനിക്ക് പോകാൻ കഴിയില്ല, എനിക്ക് സംസാരിപ്പാൻ ശേഷിയില്ല, ഞാൻ തടിച്ച നാവുള്ളവനാണ്. ദൈവം ഒരു വ്യക്തിയെ പണിത് പൂർത്തീകരിച്ചെന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടപ്പോഴാണ് ദൈവം പറഞ്ഞു പോകാൻ പറഞ്ഞത്. ദൈവത്തിന് ബോധ്യപ്പെട്ട് ഇവൻ എന്റെ മുമ്പിൽ നിൽപ്പാൻ യോഗ്യനാണെന്ന് ദൈവത്തിന്, ഞാൻ എന്റെ ചരിത്ര പശ്ചാത്തലം ഏടുകളെന്ന് പറയാൻ എനിക്ക് സമയമില്ല. അപ്പൊ ദൈവത്തിന് ബോധ്യപ്പെട്ടു, ശേഷമാണ് പോകാൻ പറഞ്ഞത്. അപ്പോഴും പറഞ്ഞു എനിക്ക് പോകാൻ വയ്യ. അങ്ങനെ പോകാം, ദൈവത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ട ശേഷം പോകാൻ പറഞ്ഞപ്പോ മോശ പറയുന്നു, എനിക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് സംസാരിപ്പാൻ ശേഷിയില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ അവന് പകരം വേറൊരു മനുഷ്യനെ ദൈവത്തിന് അയക്കാമായിരുന്നു. ദൈവത്തിന് വേറൊരു മനുഷ്യനെ അയക്കാം. ദൈവത്തിന്റെ കരുണ ഓർത്തോളണം. വേറൊരു മനുഷ്യനെ ദൈവം അയക്കാത്ത കാര്യം എന്നറിയാമോ? മോശയ്ക്ക് പോകാൻ വയ്യെന്ന് പറഞ്ഞപ്പോൾ ദൈവം വേറൊരു മനുഷ്യനെ അവന് പകരം അയക്കാം. ദൈവം അയക്കത്തില്ല. കാര്യം എന്നറിയാമോ? ദൈവം മോശയ്ക്ക് പകരം ഒരു വ്യക്തി അയക്കണമെങ്കിൽ ആ വ്യക്തിയും ഇതേപോലെ 40 വർഷം എടുത്ത് പണിയണം. ഇതേപോലെ 40 വർഷം എടുത്ത് ആ വ്യക്തിയെ പണിതാൽ അത്രയും 40 വർഷം ദൈവജനം ഇസ്രായേലിൽ അടിമ ചെയ്യേണ്ടി വരും. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ദൈവത്തിന്റെ മഹാകരുണ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ദൈവത്തിന്, ഒരു രാജ്യത്തെ ദൈവത്തിന് പുറപ്പെടുവിക്കാൻ, വിടിവിക്കുവാൻ, കെട്ടടിച്ചു കൊണ്ടുവരുവാൻ ദൈവം പദ്ധതി ഒരുക്കിയാൽ അത് ഒരു വ്യക്തിയിൽ കൂടെ ദൈവം കെട്ടടിപ്പാം. ദൈവം അവനെ ഒരുക്കി എടുത്തു കഴിഞ്ഞാൽ അവന് ഒരു ഒഴുതുരു പറഞ്ഞാലും ദൈവം അവനെ വിടുന്നവനല്ല. ദൈവത്തിന് വേണമെങ്കിൽ മറ്റൊരുത്തരെ അയക്കാം. ഇല്ല, ദൈവം അങ്ങനെ മറ്റൊരുത്തൻ അയക്കുന്ന ദൈവമല്ല. ഇന്ന് പകലിൽ ദൈവാത്മാവ് ശക്തമായി പറയുന്നുണ്ട്, പാസ്റ്റർ അനീഷിനോടും എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരോടും, എന്നെ കാലം പ്രായം കൊണ്ടും പക്വത കൊണ്ടും ജീവിതം കൊണ്ടും വിശുദ്ധി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ദൈവസന്നിധിയിൽ കൈതാങ്ങുന്നത് എല്ലാത്തിലും ഞങ്ങളെക്കാൾ വളരെ പ്രാപ്തരായിരിക്കുന്ന അഭിഷക്തന്മാരോട് ഒരു യോഗ്യതയില്ലാത്ത ഞാൻ ഇന്ന് പകൽ പറയട്ടെ, ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു മഹത്തായ പദ്ധതിയുണ്ട്. രാജ്യങ്ങളെ ഉടമന ഹൽക്കമന ഘടകസന സ്റ്റേറ്റുകളെ, നോർത്ത് ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവസേന ഇടിവിൽ നിൽക്കുവാൻ നിങ്ങൾ അമേരിക്കയുടെ പട്ടണത്തിരുന്നു കൊണ്ട്, സിക്കാവുന്ന പട്ടണത്തിരുന്നു കൊണ്ട് ഒരു നിമിഷം ഇടിവിൽ നിന്നാൽ മതി. ദൈവം ചില രാജ്യത്തെ കെട്ടടിച്ചു പുറത്തെടുക്കുവാൻ മഹാദൈവത്തിന് കഴിയുമെന്ന് ആത്മാവിൽ നിന്ന് പകൽ ആലോചന പറയുന്നു. ഓ സ്തോത്രം, 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 സ്തോത്രം. ദൈവം മറ്റൊരാളെ അയച്ചില്ല. നോക്കൂ, മരുഭൂമിയിലെ മുൾപടർപ്പ് തീ കത്തുകയാ. മുൾപടർപ്പ് തീ കത്തുന്നു. മോശ അങ്ങോട്ട് അടുക്കുകയാ. നമുക്ക് ചരിത്രം അറിയാം. മോശ അങ്ങോട്ട് അടുക്കുന്നു. ദൈവം പറഞ്ഞു ഇങ്ങോട്ട് അടുക്കരുത്, മുൾപടർപ്പ് തീ കത്തുന്നു. ഇങ്ങോട്ട് നോക്കണം. ഞാനൊരു ദൂത് പറയാ. ഈ മുൾപടർപ്പ് തീ ആളിക്കത്തുകയാ. ഈ മുൾപടർപ്പിന് സംസാരിപ്പാൻ ശേഷി ഉണ്ടായിരുന്നെങ്കിൽ, ഈ മുൾപടർപ്പിന് സംസാരിക്കാൻ വായുണ്ടായിരുന്നെങ്കിൽ
ആ മുൾപ്പടർപ്പ് ദൈവത്തോട് പറയുന്ന ചോദ്യം ഇങ്ങനെയാണ്: ദൈവമേ, എന്നെ എന്തിനാ ഇങ്ങനെ കത്തിക്കുന്നത്? ഞാൻ എപ്പോഴേ തീ പിടിക്കുന്നു, ഞാൻ എപ്പോഴേ തീ കത്തുന്നു, എന്നെ എന്തിനാ നീട്ട് തീ കത്തിക്കുന്നു? മുൾപ്പടർപ്പിന് നാവുണ്ടായിരുന്നെങ്കിൽ ദൈവത്തോട് മുൾപ്പടർപ്പ് ചോദിക്കുമായിരുന്നു, എന്നെ എന്തിനാ ഇങ്ങനെ തീ പിടിപ്പിച്ചു കത്തി ജ്വലിപ്പിക്കുന്ന? എന്തിനാ നീ എന്നെ സൃഷ്ടിച്ചപ്പോൾ എന്നെ മുള്ളും കൂടെ വെച്ചാ സൃഷ്ടിച്ചത്? അതെനിക്കറിയാം. ഞാൻ അങ്ങോട്ട് ചെന്ന് ആരെയും കുത്തി വേദനിപ്പിക്കുന്നില്ലല്ലോ. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറയാമോ? ഞാൻ പറയുന്ന ദൂത് മനസ്സിലായെങ്കിൽ സ്തോത്രം ചെയ്യാം. നീ എന്നെ സൃഷ്ടിച്ചപ്പോൾ, നീ എന്നെ മെനഞ്ഞപ്പോൾ എന്നെ മുള്ളും കൂടെ വെച്ചാ മെനഞ്ഞത്. പക്ഷെ ഞാൻ അങ്ങോട്ട് ചെന്ന് ആരെയും കുത്തി വേദനിപ്പിക്കുന്നില്ലല്ലോ. ഞാൻ ഒരു സ്ഥലത്ത് മര്യാദയ്ക്ക് മിണ്ടാതിരിക്കല്ലേ, എന്തിനാ നീ എന്നെ ഇങ്ങനെ കത്തിക്കുന്നു എന്നു മുൾപ്പടർപ്പ് ദൈവത്തോട് ചോദിച്ചാൽ ദൈവത്തിന് പറയാൻ ഒരു മറുപടി ഉണ്ട്. അഭിഷക്തന്മാരെ, ദൈവം പറഞ്ഞു, മുൾപ്പടർപ്പേ, നീ കത്തിയാൽ മാത്രമേ ഒരു രാജ്യം വിടിവിക്കപ്പെടത്തുള്ളൂ. ആ ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? അഭിഷക്തന്മാരെ, നമ്മളൊന്ന് കത്തിയാൽ മാത്രമേ, നമ്മളൊന്ന് ജ്വലിച്ചാൽ മാത്രമേ, നമ്മളൊന്ന് എരിഞ്ഞാൽ മാത്രമേ നമ്മളിലൂടെ ചില പട്ടണങ്ങളെ, രാജ്യങ്ങളെ കെട്ടടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കത്തുള്ളൂ. ഓ, ഇന്ന് നമ്മൾ കത്താൻ തയ്യാറായാൽ നമുക്കറിയാം, ഒരു വ്യക്തിയെ ദൈവം പണിത് പുറത്തെടുക്കുന്ന, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി ദൈവം ഒരു മനുഷ്യനെ അന്വേഷിച്ചു. ആമേൻ. ദൈവത്തിന് തിരികിതമുള്ളവരെ ദൈവം പണിതുകൊണ്ടിരിക്കുന്നു. അതിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരോടും ഞാൻ ബഹുമാനിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ സ്തോത്രം ചെയ്യുന്നു, ഏറ്റവും അധികമായി റെസ്പെക്ട് ചെയ്യുന്ന, കഴിഞ്ഞ ഏറെ കാലങ്ങളിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന പ്രിയ തോമസ് സാറ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് എനിക്കറിയാം. സ്തോത്രം ചെയ്യുന്നു. ഈ പ്രായത്തിലും ഈ സമയത്തൊക്കെ ഈ കർത്താവിന് വേണ്ടി നോർത്ത് ഇന്ത്യയുടെ വിവിധ പട്ടണങ്ങളിൽ സ്തോത്രം ചെയ്യുന്നു, ദൈവനാമത്തിനു വേണ്ടി ശോഭിക്കുവാൻ, കൈത്താങ്ങുവാൻ ഒക്കെ ഒരു അവസരം വാത്സല്യ പിതാവിന് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ പാസ്റ്റർ അനീഷിനെയും ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം അവരുടെ കുടുംബത്തെയും അവരുടെ ശുശ്രൂഷകളെയും ഈ ദിവസങ്ങളിൽ എന്റെ ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാനായി ദൈവം നിങ്ങളെ ഈ ദിവസങ്ങളിൽ ആമേൻ ഒരുക്കി എടുത്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവം നമ്മളെ അറയ്ക്കകത്തിരുത്തി ഒരുക്കുന്നത് നാളെ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാനായി. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിന്നെ 5 കോടതിയിൽ 6 പ്രാവശ്യം തിരിച്ചും മറിച്ചും യേശുവിനെ വിസ്തരിച്ചപ്പോഴും, യേശുവിനെ അടിക്കുമ്പോഴും, കുന്തം കൊണ്ട് കുത്തുമ്പോഴും, വലിച്ചടിക്കുമ്പോഴും, മുഖത്ത് രോമമെല്ലാം പറിച്ചെടുക്കുമ്പോഴും യേശു ഒരു വാക്ക് നിലവിളിച്ച് കരഞ്ഞിട്ടില്ല. സ്തോത്രം ചെയ്യുന്നു. യേശു കരഞ്ഞിട്ടില്ല, നിലവിളിച്ചിട്ടില്ല, വലിച്ചടച്ചിട്ട് നിലവിളിച്ചിട്ടില്ല. ക്രൂശിച്ചപ്പോൾ അവസാനം പ്രാണന വിട്ടപ്പോൾ ഉറക്കെ കരഞ്ഞ് യേശു പ്രാണന വിട്ടെന്ന് വചനമുണ്ട്. പക്ഷേ അതിനു മുൻപ് യേശുവിനെ വിസ്തരിച്ചിട്ടും ചാട്ട കൊണ്ട് അടിച്ചിട്ടും യേശുവിന്റെ ആദരത്തിലൂടെ വാക്കുപോലും യേശു നിലവിളിച്ച് കരഞ്ഞില്ല. പക്ഷേ കരഞ്ഞില്ല. എന്നറിയാമോ? അതിന് മുമ്പായി, അടിക്കും മുമ്പായി, വലിച്ചടയ്ക്കും മുമ്പായി, മുഷ്ടിച്ചുട്ടി ഇരിക്കും മുമ്പായി, കുന്തം കൊണ്ട് കുത്തും മുമ്പായി, മുഖത്ത് രോമം പറിച്ചെടുക്കും മുമ്പായി, 5 കോടതിയിൽ 6 പ്രാവശ്യം വിസ്തരിക്കും മുമ്പായി, അതിന്റെ തലേ ദിവസം ഗദസമന തോട്ടത്തിൽ ചെന്ന് അവൻ മുഴങ്കാലം അടക്കി അവൻ സ്തോത്രം ചെയ്യുന്നു, പ്രാണവേദനയിൽ നിലവിളിച്ചു, കരഞ്ഞു, പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് തുള്ളി രക്തത്തുള്ളിയായി മാറി. ഇങ്ങോട്ട് നോക്കൂ, പ്രശ്നത്തിന് മുമ്പ് കരയാൻ തുടങ്ങിയാൽ പ്രശ്നം പറയുമ്പോൾ കരയാൻ ദൈവം അനുവദിക്കത്തില്ല. എത്ര മക്കൾ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. പ്രതിസന്ധിക്ക് മുമ്പ് കരയാൻ ആരംഭിച്ചാൽ, പ്രാർത്ഥന മുറിയിൽ മുട്ടുമടക്കാൻ ആരംഭിച്ചാൽ, പ്രാർത്ഥന റൂമിൽ മുഴങ്കാലും അടക്കാൻ തീരുമാനിച്ചാൽ, ഒരു പ്രതിസന്ധി വരുമ്പോൾ കരയാൻ ദൈവം അനുവദിക്കത്തില്ല. എത്ര മക്കൾ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഒരു മനുഷ്യനെ അന്വേഷിക്കുകയാണ്. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ, ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാനും മാത്രമല്ല, ദൈവത്തിന്റെ മുൻപിൽ ഇടിവിളി നിൽക്കുവാൻ ദൈവം ഒരു മനുഷ്യനെ പണിത് പുറത്തെടുക്കുമ്പോൾ അതിലൊരാൾ ഞാനായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവ കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് പ്രതിസന്ധികളുണ്ട്, നമുക്ക് പൈശാചികമായി മാനുഷികമായുള്ള എതിർപ്പുകളും പ്രതിസന്ധികളും ഉണ്ട്. ആത്മീക മണ്ഡലത്തിൽ നിന്ന് വരെ നമ്മുടെ ജീവിതത്തെ ഒതുക്കുവാൻ തക്കവണ്ണം വ്യക്തികൾ നമുക്കെതിരെ എഴുന്നേൽക്കും. ഒരിക്കൽ ദാവീദ് പറഞ്ഞ പദം കേൾക്കണമോ? ദാവീദ് പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്: അയ്യോ ദൈവമേ, യഹോവേ, എനിക്കൊരു സ്വസ്ഥതയില്ല. എന്താ സ്വസ്ഥതയില്ലാത്ത? എന്റെ
വീട്ടിനകത്ത് എനിക്ക് സ്വസ്ഥതയില്ല. വീട്ടിനകത്ത് എന്റെ മകൻ എന്നെ കൊല്ലാൻ കത്തിയുമായി നടക്കുന്നു. അവനെ പേടിച്ച് രക്ഷപ്പെടുത്തി നാട്ടും പുറത്തിറങ്ങിയപ്പോൾ ശൗല് എന്നെ കൊല്ലാൻ കുന്തമായി എന്റെ പുറകെ നടക്കുന്നു. അവനെ പേടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു കാട്ടിക്കേറിയപ്പോൾ ഒരു വേട്ടമൃഗത്തെ പോലെ ആലറുന്ന സിംഹം എന്ന പോലെ കൊല്ലുവാൻ വേണ്ടി കാട്ടിൽ നിന്നും ശക്തികളായി വരുന്നു. അപ്പൊ എനിക്ക് വീട്ടിനകത്ത് സ്വസ്ഥതയില്ല, നാട്ടിൽ സ്വസ്ഥതയില്ല, കാട്ടിൽ സ്വസ്ഥതയില്ല. ഞാൻ ഈ ശൗലിന്റെ കുന്തത്തിൽ മരിക്കത്തേ ഉള്ളൂ എന്ന് ഒരിക്കൽ ദാവീദ് ദൈവത്തോട് പറഞ്ഞു. ദൈവം പറഞ്ഞ മറുപടി കേൾക്കണമോ? ദാവീദേ, ശൗലിന്റെ കുന്തത്തിൽ വീണ് മരിക്കാനല്ല ഞാൻ നിന്നെ ആട്ടിൻ തൊഴുത്തിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവന്നത്. ശൗലിന്റെ കുന്തത്തിൽ മരിക്കാനല്ല. എനിക്ക് നിന്നെ കുറിച്ചൊരു മഹത്തായ പദ്ധതിയുണ്ട്. എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, ഇന്ന് പകലിൽ നാട്ടിലും വീട്ടിലും കാട്ടിലും നാം ആയിരിക്കുന്ന മേഖലകളിലും നമുക്ക് സ്വസ്ഥതയില്ലാതെ വണ്ണം നമ്മുടെ ശുശ്രൂഷ മേഖലകൾക്കെതിരായി നമ്മെ പിന്തുടരുന്ന അന്ധകാരത്തിന്റെ ജാതിക ശക്തികൾ നമുക്കെതിരായി ഉടലെടുക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും, ഇതിൽ ഞാൻ പരാജയപ്പെട്ടു പോകും, ഇതിൽ ഞാൻ തകർന്നു പോകുമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മെ അവരെ മുമ്പിൽ തകർക്കുവാനും തോൽപ്പിക്കുവാനും പരാജയപ്പെടുത്തുവാനല്ല ഈ പ്രതിസന്ധി നമ്മുടെ എതിരായി വരുന്നത്. സ്തോത്രം. ചില ഗോലിയാത്തന്മാരെ മുമ്പിൽ ദൈവം നമ്മെ നിർത്താൻ വേണ്ടിയാണെന്ന് ആത്മാവെന്ന പകൽ ആലോചന പറയുന്നു. Glory to God, glory to God, glory to God. ഞാൻ എന്റെ വാക്കോട് നിർത്താൻ ആഗ്രഹിക്കുന്നു. അഭിഷക്തനോട് പറഞ്ഞിരിക്കുന്ന സമയം ഏകദേശം 30 മിനിറ്റ് എന്റെ മുമ്പാകെ തീർന്നു. എനിക്ക് ധാരാളം ചരിത്ര പശ്ചാത്തലത്തിന്റെ ഏടുകൾ പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലെയല്ല, ലോകത്തിന്റെ മറ്റു വിവിധ രാജ്യങ്ങളിൽ സമയം കറക്റ്റ് 30 മിനിറ്റ് പറഞ്ഞാൽ 20-25 മിനിറ്റ് കൊണ്ട് നിർത്തണമെന്ന് എനിക്കറിയാം. സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്റെ വാക്കോട് ഏകദേശം എന്റെ പറഞ്ഞ സമയം എനിക്കായി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിന്റെ മുമ്പിൽ ഇടിവിൽ നിൽക്കേണ്ടതിന് ദൈവം ഒരു പുരുഷനെ അന്വേഷിക്കുന്നു. ആരെയും കണ്ടില്ല. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവരെ മാത്രമല്ല, ഇടിവിൽ നിൽക്കുന്നവരെ ദൈവം തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി നമുക്ക് ദേശത്തിന് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, സ്റ്റേറ്റുകൾക്ക് വേണ്ടി ആമേൻ, നമുക്ക് ഈ ദിവസം ഇടിവിൽ നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും കരയുവാനും ദൈവസന്നിധാനത്ത് ഈ ദിവസങ്ങൾ പ്രാർത്ഥന റൂമിൽ നമ്മൾ കരഞ്ഞാൽ, പ്രാർത്ഥന മുറിയിൽ കരഞ്ഞാൽ പ്രതിസന്ധിയുടെ നടുവിൽ കരയേണ്ടി വരത്തില്ല. യേശു ഗദസമന തോട്ടത്തിൽ കരഞ്ഞത് കൊണ്ട് യെരുശലേമിന്റെ തെരുവീതിയിൽ യേശുവിനെ കരയേണ്ടി വന്നില്ല. പ്രൈസ് ഗോഡ്. അത് കാര്യം തലേ ദിവസം പ്രാർത്ഥന റൂമിൽ, പ്രാർത്ഥന എന്ന ഗദസമന തോട്ടത്തിൽ മുഴങ്കാലും അടക്കി മരണവേദനയാൽ യേശു കരഞ്ഞത് കൊണ്ട് പ്രതിസന്ധി വന്നപ്പോൾ കർത്താവിന് കരയേണ്ടി വന്നില്ല. ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അനർത്ഥങ്ങളും മാരക പകർച്ചവ്യാധികളൊക്കെ വന്ന് ലക്ഷക്കോടിക്കണക്കിന് ജനങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഒരായുസ്സൂടെ ദൈവം നമുക്ക് നീട്ടിത്തന്ന് നമ്മെ ഭൂമിയിൽ ശേഷിപ്പിച്ച് നിൽക്കുന്നത് ഒന്ന്, ദൈവത്തിന് മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ദൈവം നമ്മളെ തെരഞ്ഞുകൊണ്ടിരിക്കും. അതിനായി നമ്മെ ഇന്ന് പകൽപ്പിച്ചു കൊടുക്കാമോ? എല്ലാ കണ്ണും ഒരു നിമിഷം അടയട്ടെ. ഞാനൊരു നിമിഷം ആമേൻ അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനെ മതിൽ കെട്ടിയിരിക്കുന്നു. എന്റെ നടുവിൽ ഇടിവിൽ നിൽക്കേണ്ടതിന്, എന്റെ മുൻപിൽ ഇടിവിൽ നിൽക്കേണ്ടതിന്. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ, ഞങ്ങൾ ആരാധിക്കുന്നവരാ, ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നവരാ, ഞങ്ങൾ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവരാ. പക്ഷെ അങ്ങയുടെ മുൻപിൽ നിൽക്കുവാൻ ഞാൻ യോഗ്യനാണോ? അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ ഞാൻ യോഗ്യവനാണോ? ഇന്ന് പകലിൽ ദൈവത്തിന് മുമ്പാകെ നിൽക്കുവാൻ ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരുപക്ഷെ നമുക്ക് വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നമ്മെ അറിയിച്ചെന്ന് വരത്തില്ല. ജോസഫിനോട് ദൈവം എല്ലാ കാര്യം അറിയിച്ചിട്ടില്ല. ജോസഫ് ഭക്തനായ ഒരു മനുഷ്യനാണ്. ജോസഫ് ഭക്തനായ ഒരു മനുഷ്യൻ. പക്ഷെ ദൈവം എല്ലാ കാര്യം അറിയിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട കാര്യം തന്നെ അറിയിച്ചിട്ടില്ല. തന്നോട് ദൈവം അറിയിച്ച കാര്യങ്ങളുണ്ട്. 12 സ്തോത്രം കറ്റകൾ നീ അറുത്തിടും, അതിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നിന്നെ വീണ് നമസ്കരിക്കും. ഇതൊക്കെ ദൈവം തന്നെ അറിയിച്ചു. പക്ഷെ തന്നെ അറിയിക്കാത്ത ചില രഹസ്യം ദൈവത്തിന്റെ ഉള്ളറയ്ക്കകത്തുണ്ടായിരുന്നു. സ്തോത്രം. ദൈവം തന്നെ അറിയിക്കാത്ത ചില രഹസ്യം തന്നെ അറിയിച്ചില്ല.
സ്തോത്രം. എന്നറിയാമോ? കാരാഗ്രഹത്തിൽ കിടക്കുമെന്ന് ദൈവം ജോസഫിനെ അറിയിച്ചില്ല. പൊട്ടക്കിണറ്റിൽ കിടക്കുമെന്ന് ദൈവം ജോസഫിനെ അറിയിച്ചില്ല. പൊത്തിപ്പോറിന് വീട്ടിൽ പീഡ അനുഭവിക്കുമെന്ന് ദൈവം ജോസഫിനെ അറിയിച്ചിട്ടില്ല. അപ്പനും അമ്മയും സഹോദരങ്ങളും നിന്നെ വീണ്ടും നമസ്കരിക്കുമെന്ന് ദൈവം അറിയിച്ചു. ഒരു കാര്യം ഞാൻ മർമ്മം ഞാൻ പറയാം. സ്തോത്രം ചെയ്യുന്നു. 12 കറ്റകൾ അറുത്തിട്ടിരിക്കുന്നു. കറ്റകൾ അറുത്തു കൊയ്ത് കെട്ടി, അരിവാൾ കൊണ്ട് കറ്റകൾ അറുത്ത് കൊയ്ത് വള്ളി കൊണ്ട് കെട്ടി വയലിട്ടിരിക്കുന്നു, അറുത്തടുത്തിട്ടിരിക്കുന്നു. അതിൽ ഒന്ന് മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നു. അതാരെന്ന്? എഴുന്നേറ്റ് നിൽക്കുന്ന കറ്റയാണ് ജോസഫ്. ഞാനൊരു നിങ്ങളുടെ മധ്യത്തിൽ പറയാം. കറ്റകൾ അറുത്തു കെട്ടി വയലിട്ടിരിക്കുന്നു. 11 അറുത്തിട്ട് കവഴ്ന്ന് കിടക്കുമ്പോൾ ഒരെണ്ണം മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നു. നിങ്ങൾ സ്തോത്രം പറയാൻ തയ്യാറാണെങ്കിൽ ഒരു ദൂത് ഞാൻ പറയാം. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ ദൈവം വിളിച്ച് ഒരുക്കി നിർത്തിയിരിക്കുന്ന ജോസഫെ, നീ ആയിരിക്കുന്ന കറ്റയെ, നിന്നെ ആയിരിക്കുന്ന കറ്റയെ അറുത്തിട്ടാലും നീ എഴുന്നേറ്റ് നിൽക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദിവസം നിന്നെ അറുത്തിട്ടാലും, നിന്നെ മുറിച്ചിട്ടാലും, നിന്നെ കണ്ടിച്ചിട്ടാലും, നിന്നെ കഷണിച്ചിട്ടാലും നീ എഴുന്നേറ്റ് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ പ്രൈസ് ദി ലോർഡ് നമുക്കെതിരായി ഉയർന്നു വരുന്ന സകല പ്രതികൂല നടുവിലും തലപൊക്കി നിൽക്കുവാൻ ദൈവം നമ്മളെ എഴുന്നേറ്റ് നിർത്തും. നമ്മളെ അറുത്തിട്ടാലും നാം അവിടെ എഴുന്നേറ്റ് നിൽക്കും. സുവിശേഷ നിമിത്തം ലോകത്തിന്റെ രാജ്യങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലും വിവിധ അഭിഷക്തന്മാരെ അറുത്തുകളയുവാൻ, നുറുക്കിക്കളയുവാൻ, ഒതുക്കിക്കളയുവാൻ സുവിശേഷ വിരോധികൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴും അവരെ മുമ്പിൽ തലപൊക്കി നിർത്തുവാൻ ദൈവ ഈ ദിവസങ്ങളെ അഭിഷക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ മനോഹരമായ പകൽ ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. സൗന്ദര്യത്തിൻ പൂർണ്ണതയായിരിക്കുന്ന സിയോന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഈ പകലിൽ സിക്കാഗോ പട്ടണത്തിൽ അങ്ങയുടെ മഹത്വമുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന അഭിഷക്തന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അവരുടെ കുടുംബം, അവരുടെ തലമുറകൾ, അവരുടെ ജോലി കാര്യങ്ങൾ, കർത്താവെ, അവരുടെ ആത്മീക ഭൗതിക എല്ലാ വിഷയങ്ങൾ, സാമ്പത്തിക വിഷയത്തിന്മേൽ ദൈവം ഒരു വലിയ ആമേൻ വാതിൽ അവർ കൈ തുറക്കാൻ പ്രാർത്ഥിക്കുന്നു. പട്ടണങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, സ്റ്റേറ്റുകൾക്ക് വേണ്ടി കൈ താങ്ങുവാൻ നിന്റെ അഭിഷക്തന്മാരെ വീണ്ടും അവിടെ നിന്ന് ഒരുക്കാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനീഷിനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. തന്റെ പത്നിയെയും കുടുംബത്തെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. മിനിസ്ട്രിയെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ദൈവം ഈ ദിവസങ്ങൾ പുത്തൻ നന്മകൾ തുറന്ന് അനുഗ്രഹിക്കണമേ. ഉടമനകൾ കരാചകനഘടകം ദൈവാത്മാവ് ശക്തമായി ദൂത് പറയുന്നുണ്ട്. കോരശിനോട് ദൈവം പറഞ്ഞു, എന്റെ ദാസനായിരിക്കുന്ന കോരശേ, നീ എന്റെ ഇടയൻ, നീ എന്റെ ദാസൻ, നീ ജാതികളെ കീഴാക്കി രാജാക്കന്മാർ അരക്കച്ചഴിക്കേണ്ടതിനും ഞാൻ നിന്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ജാതികൾ മുൻപിൽ കീഴ്പ്പെടത്തക്ക നിലകളിൽ രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കുവാൻ തക്കമുള്ള ഒരു ദൈവത്തിന്റെ വലിയ മിനിസ്ട്രി, ഒരു വലിയ ശുശ്രൂഷകൾക്ക് വേണ്ടി, ദൗത്യത്തിന് വേണ്ടി അഭിഷക്തന ദൈവാത്മാവ് ദിവസം കണ്ടിരിക്കുന്നു. കർത്താവേ, അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. പാസ്റ്റർ അനീഷിനെയും കുടുംബത്തെയും പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്യുന്നു. പ്രിയ തോമസ് സാറിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തോമസ് സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറിയ നാളുകൾ ഞങ്ങൾക്ക് പരിചയവും അടിയനോടൊപ്പം ചില ദിവസം വന്ന് താമസിക്കുകയും ഞങ്ങൾ ചില ട്രൈബൽ ഏരിയയിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്ത് കർത്താവെ, ഒന്നിച്ച് സഞ്ചരിപ്പാൻ, ഒന്നിച്ച് ഭക്ഷിപ്പാൻ ഒക്കെ ഒരു ഭാഗ്യം എളിവൻ നൽകി തന്നു. ഞങ്ങളുടെ വാത്സല്യ പിതാവിനെ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു. ദീർഘായുസ്സും ആയുസ്സും ആരോഗ്യം കൊടുത്തു കുടുംബമായി തലമുറയായി ആദരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഈ സൂം മീറ്റിംഗിൽ സംബന്ധിച്ചിരിക്കുന്ന മറ്റെല്ലാ അഭിഷക്തന്മാരെയും എല്ലാവരെയും പ്രാർത്ഥിച്ചൊരു കുടുംബപരമായി അവരെ ഭൗതിക, ശാരീരിക, സാമ്പത്തിക, കുടുംബം, തലമുറകൾ, എല്ലാ സമ്പത്തുകൾ, ജോലി ഒക്കെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അവരുടെ ശരീരങ്ങൾ ബാധിക്കുന്ന രോഗബന്ധനങ്ങൾ, ഷുഗർ കംപ്ലൈന്റുകൾ, ബിപിയുടെ കംപ്ലൈന്റുകൾ, മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ യേശുവിന്റെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഇപ്പോൾ സൗഖ്യം സംഭവിക്കട്ടെ. അങ്ങയുടെ മുമ്പിൽ ഇടിവിൽ നിൽക്കേണ്ടതിന് തന്റെ ഭക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് മതിൽ കെട്ടിരിക്കുന്ന ആ സ്ഥലം നശിപ്പിക്കാതിരിക്കേണ്ടതിന് അതിന് അങ്ങയുടെ മുൻപാകെ നിൽക്കുവാൻ, നെഞ്ചും നെറ്റിയും കൊടുത്ത് നിൽക്കേണ്ടതിന് നിന്റെ അഭിഷക്തന്മാരെ ഈ ദിവസങ്ങളിൽ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതിനാൽ ഒരുക്കിയതിരിക്കായി ഞങ്ങൾ അങ്ങേ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. തൃക്കരങ്ങളേക്ക് താഴ്ത്തുന്നു. യേശുവിന്റെ നാമത്തിൽ കേൾക്കണമേ പിതാവേ.